അധ്യായം 37. അശ്വിന്റെ ഡാഡി. രശ്മിക കലിയോടെ നീലിമയെ തന്നെ നോക്കി. നോക്കൂ മാഡം, ഈ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായ സ്ഥിതിക്ക് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ കുട്ടിയോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ വേറെ സ്കൂൾ നോക്കാം, പ്രിൻസിപ്പൽ പറഞ്ഞു. അപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന ഒരു രക്ഷിതാവ് പറഞ്ഞു, മാപ്പൊന്നും പോരാ, ഈ കുട്ടിയെ ഇനിയും ഇവിടെ നിർത്തിയാൽ അവൻ നാളെ ഞങ്ങളുടെ മക്കളോടും ഇങ്ങനെ തന്നെ ചെയ്യും. സോ രശ്മികയുടെ മകനെ ഇനിയും ഇവിടെ തുടർന്ന് പഠിപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ വേറെ സ്കൂൾ നോക്കും. ആ രക്ഷിതാവ് പറഞ്ഞതിനോട് മറ്റുള്ള രക്ഷിതാവ് യോജിപ്പ് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, സോറി മിസ്സിസ് രശ്മിക, നിങ്ങളുടെ മകന് വേറെ സ്കൂൾ നോക്കുന്നതാവും നല്ലത്. രശ്മിക അത് കേട്ട് കലിയോടെ അവിടെ നിന്നും പോവാൻ തുനിഞ്ഞു. അപ്പോൾ അവളുടെ മകൻ കരയാൻ തുടങ്ങി. കണ്ടില്ലേ രശ്മിക, എന്റെ മകനെ പുറത്താക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോ നിന്റെ മോനെന്ന് കരയുന്നത് നോക്ക്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു? വലിയവരുടെ ഈഗോയും വൈരാഗ്യവും ഒക്കെ കുട്ടികളിലേക്ക് പകരാതെ നോക്കുകയല്ലേ നല്ലൊരു പാരന്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നീ എന്താ ചെയ്തത് രശ്മിക? രശ്മികയുടെ കുഞ്ഞിനെ സഹതാപത്തോടെ നോക്കിക്കൊണ്ട് നീലിമ ചോദിച്ചു. നീ അധികം നെകളിക്കണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, മര്യാദക്ക് നീ ഇവിടെ ജീവിക്കില്ല. രശ്മിക ഭീഷണി പോലെ പറഞ്ഞ ശേഷം അവളുടെ മകനെയും എടുത്ത് നടന്ന് കാറിൽ കയറി. ആദ്യം അപ്പോൾ നീലിമയെ നോക്കി. എന്ത് ദുഷ്ടയാ നീ, എന്റെ പെങ്ങളെയും മകനെയും വിഷമിപ്പിച്ച നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. ആദ്യ പറഞ്ഞു, ഒന്ന് പോടാ. ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും അവളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന നിനക്ക് നാണം തോന്നുന്നില്ലേ? ഛേ, നീലിമ പുച്ഛത്തോടെ പറഞ്ഞു. അവരെപ്പോലെ ഒരുത്തനെയാണല്ലോ താൻ പണ്ട് സ്നേഹിച്ചിരുന്നത് എന്നതിൽ അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി. ആദ്യ അവളെ തുറച്ചു നോക്കിയ ശേഷം ഒന്നും പറയാതെ അവിടെ നിന്നും പോയി. ആദിയുടെ കുടുംബം തന്നെ ഇത്രയും വെറുക്കാൻ കാരണം സഹോദരി അഞ്ജലിയാണെന്ന് ഓർത്തപ്പോൾ നീലിമയ്ക്ക് അവളെ കൊല്ലാൻ തോന്നി. അപ്പോൾ പ്രിൻസിപ്പൽ അവരുടെ അടുത്തേക്ക് വന്നു. നീലിമ മാഡം, സോറി, ഇവിടെയുണ്ടായ എല്ലാത്തിനും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, പ്രിൻസിപ്പൽ പറഞ്ഞു. അത് കേട്ട് നീലിമ അയാളെ നോക്കി പറഞ്ഞു, ഏയ് കുഴപ്പമില്ല സർ, മാഡം അശ്വിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഇനി ഇവനൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നടന്ന കാര്യം മറച്ചു വെച്ചത് കൊണ്ട് അവന്റെ ക്ലാസ് ടീച്ചറെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, പ്രിൻസിപ്പൽ പറഞ്ഞു. നീലിമ ആശ്വാസത്തോടെ അയാളെ നോക്കി. ആളുകളെല്ലാം പല വഴി പിരിഞ്ഞു. അപ്പോൾ നീലിമ അശ്വിനെ അവന്റെ ക്ലാസ് മുറിയുടെ മുന്നിൽ കൊണ്ടുവിട്ട ശേഷം തിരികെ സിദ്ധാർത്ഥിന്റെ ഒപ്പം കാറിലേക്ക് കയറി. അപ്പോൾ അശ്വിൻ അവരെ നോക്കി വിളിച്ചു, അമ്മ, ഡാഡി, ടാറ്റ. അശ്വിൻ ടാറ്റ കാണിച്ചപ്പോൾ സിദ്ധാർത്ഥ തിരികെ കൈ വീശി പുഞ്ചിരിച്ചു. അത് കണ്ടപ്പോൾ മറ്റു കുട്ടികളുടെ ബന്ധുക്കളിൽ ചിലർ നീലിമയെ അതിശയത്തോടെ നോക്കി. സിദ്ധാർത്ഥിന്റെ സ്കൂളാണെന്ന് അറിയാത്ത ആളുകൾക്ക് നീലിമ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്ന് വന്നയാളാണെന്ന് എന്ന് മാത്രം മനസ്സിലായി. മാത്രമല്ല രശ്മിക അന്ന് പറഞ്ഞ അപവാദങ്ങളെല്ലാം വെറുതെയാണെന്നും അശ്വിന് അച്ഛനുണ്ടെന്നും അവർക്ക് മനസ്സിലായി. എല്ലാവർക്കും നീലിമയെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. വലിയ പണവും സ്വാധീനവുമുള്ള രശ്മികയെ വരെ വെറുപ്പിച്ച് പ്രിൻസിപ്പൽ കൂടെ നിൽക്കണമെങ്കിൽ നീലിമ അത്ര ചെറിയ ആളല്ല എന്ന് അവർക്ക് തോന്നിയിരുന്നു. അവർക്ക് പരിചയപ്പെടാൻ സാധിക്കും മുന്നേ സിദ്ധാർത്ഥ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. നീലിമ അവന്റെ നേർക്ക് നോക്കി. പ്രിൻസിപ്പൽ അത്ര വേഗം വന്ന് തനിക്കും അച്ഛനും സപ്പോർട്ടായി സംസാരിക്കാൻ സിദ്ധാർത്ഥ ആയിരിക്കാൻ കാരണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി നീലിമ വിളിച്ചു, സിദ്ധാർത്ഥ്, താങ്ക്സ്. നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. എന്തിന്? അല്ല, സ്കൂളിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടാണല്ലോ എല്ലാം വേഗം സോൾവ് ആയത് എന്നാര് പറഞ്ഞു? ആരും പറയണ്ട, എനിക്ക് മനസ്സിലായി അതെല്ലാം. ഓഹോ, അത്രയ്ക്കൊക്കെ ബുദ്ധിയുണ്ടോ നിനക്ക്? സിദ്ധാർത്ഥ് ചിരിയോടെ ചോദിച്ചു. നീലിമ അത് കേട്ട് മിണ്ടാതെ അവനെ നോക്കി. അവൾക്ക് ചെറുതായി ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നിയ സിദ്ധാർത്ഥ് ചോദിച്ചു, അല്ല ഇനി എങ്ങോട്ടാ? എന്നെ ഓഫീസിൽ വിട്ടാ മതി. നീലിമ പറഞ്ഞു. അതെ, നിന്നെ ഓഫീസിൽ കൊണ്ട് വിടാനും രാത്രി പോയി ഫുഡ് വാങ്ങി വരാനും ഞാൻ നിന്റെ ജോലിക്കാരനൊന്നുമല്ല കേട്ടോ, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. മിസ്റ്റർ സിദ്ധാർത്ഥ്, എനിക്ക് ഫുഡ് വാങ്ങിത്തരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നീലിമ ദേഷ്യത്തോട് പറഞ്ഞു. നീ പറഞ്ഞില്ല, ഞാൻ തന്നെ ചെയ്തതാ, അത് ശീലമാക്കണ്ട എന്നാ ഞാൻ പറയുന്നത്, സിദ്ധാർത്ഥ് വ്യക്തമാക്കി. അവൻ അവളെ ദേഷ്യം വരുത്താൻ വെറുതെ ഓരോന്നും പറഞ്ഞതാണ്. നീലിമ പിന്നെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കിയില്ല. ഇയാൾക്ക് നല്ല സ്നേഹമുണ്ടെന്ന് ചിലപ്പോ തോന്നും, ചില സമയത്ത് കണ്ട പരിചയം പോലും കാണിക്കില്ല. ശരിക്കും ഇയാളുടെ പ്രശ്നം എന്താവും? വട്ടായിരിക്കോ? നീലിമ മനസ്സിൽ ചിന്തിച്ചു. സിദ്ധാർത്ഥ് അവളുടെ മുഖം നോക്കി. അവൻ ചിരിയടക്കി. നീലിമയ്ക്ക് ദേഷ്യം വന്നത് കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് കാറ് നേരെ അവളുടെ ഓഫീസിൽ കൊണ്ടു നിർത്തി. നീലിമ അതിൽ നിന്ന് ഇറങ്ങി. അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കിയതുപോലുമില്ല. ഇനി താങ്ക്സ് പറഞ്ഞ ഇയാളുടെ വായിലിരിക്കുന്നത് മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും, അതിനും ഭേദം മുങ്ങുന്നതാ, നീലിമ മനസ്സിൽ പറഞ്ഞു. വല്ലതും ഒഴിഞ്ഞോ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഏയ് ഇല്ലായേ. നീലിമ അത്രമാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. സിദ്ധാർത്ഥ് വണ്ടി മുന്നോട്ടെടുത്തു. അവന്റെ മുഖത്ത് അപ്പോഴും ചിരിയുണ്ടായിരുന്നു. നീലിമ നേരെ ഓഫീസിലേക്ക് കയറി. അവളുടെ ക്യാബിനിലേക്ക് നടക്കുമ്പോഴാണ് സൂര്യ അവിടെ നിന്ന് ആരോടോ സംസാരിക്കുന്നത് അവൾ കാണുന്നത്. വർഷയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് അവളുടെ കൂടെ കുറച്ചു ദിവസം നിന്ന ശേഷം ഓഫീസിലേക്ക് വന്നാൽ മതിയെന്ന് സൂര്യയോട് നീലിമ പറഞ്ഞിരുന്നു. എന്നിട്ടും അവനെ അവിടെ കണ്ടപ്പോൾ അവൾ അമ്പരന്ന് പോയി. നീലിമ സൂര്യയുടെ അടുത്തേക്ക് ചെന്നു. സൂര്യ അവളെ കണ്ട് പുഞ്ചിരിച്ചു. അല്ല, നീ എന്തൊക്കെയാ ഇന്ന് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ വെബ് സീരീസ് ഷോട്ട് സ്റ്റാർട്ട് ആവുമ്പോഴേക്കും വന്നാൽ മതിയെന്ന്.
നീലിമ ചോദിച്ചു. മാഡം, വർഷക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് വേണ്ടി ഞാനൊരു ഹോം നഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സൂര്യ പറഞ്ഞു. എന്നാലും നിനക്ക് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തൂടെ? നീലിമ ചോദിച്ചു. ഏയ് വേണ്ട മാഡം, ഞാൻ റെസ്റ്റ് എടുക്കാൻ നിന്ന പഠിച്ച എല്ലാ അഭ്യാസവും മറന്നുപോയെന്ന് വരും. അതാ ഒന്നുകൂടെ വന്ന് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതിയത്. സൂര്യ പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് അവനോട് വല്ലാത്ത മതിപ്പ് തോന്നി. അവൻ തന്റെ ജോലിയിൽ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന് നീലിമ ചിന്തിച്ചു. ആ, എന്നാ നിന്റെ പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ. ഞാൻ ക്യാമ്പിൽ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി. നീലിമ പറഞ്ഞു. ശരിയെന്ന് തലയാട്ടിയ ശേഷം സൂര്യ അവിടെ നിന്ന് നേരെ മാർഷൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തേക്ക് പോയി. നീലിമ ക്യാബിനിൽ കയറി. ഇന്നലെ രാത്രി അത്യാവശ്യം എല്ലാ ജോലികളും തീർത്തി വെച്ചതുകൊണ്ട് അവൾക്ക് അന്ന് ചെയ്യാൻ അധികം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം ഫയലുകൾ നോക്കിയ ശേഷം നീലിമ ഫോൺ കയ്യിലെടുത്തു. ശേഷം ഫേസ്ബുക്കിൽ സൂര്യയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു. അതിൽ അപ്പോൾ തന്നെ ഒരുപാട് കമന്റുകൾ മറ്റും വന്നു കിടന്നിരുന്നു. മിക്കവരും വെബ് സീരീസിന്റെ കാറ്റഗറിയിൽ മറ്റും ചോദിച്ചുകൊണ്ടായിരുന്നു കമന്റ് ചെയ്തിരുന്നത്. നീലിമ അപ്പോഴാണ് ഡയറക്ടർ ശിവശങ്കറിന്റെ മാനേജറോട് അതൊന്നും ചോദിച്ചില്ല എന്ന് ഓർത്തത്. അവൾ ഉടനെ ഫോൺ എടുത്ത് ശിവശങ്കറിന്റെ ഓഫീസിലേക്ക് വിളിച്ചു. മാനേജർ ഫോൺ എടുത്തു. ഹലോ മിസ് നീലിമ, പറയൂ. മാനേജർ പറഞ്ഞു. സർ, എനിക്ക് ശിവശങ്കർ സാറുമായി നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വെബ് സീരീസിന്റെ ജോണറും മറ്റും അറിയാനും കൂടി വേണ്ടിയാണ്. നീലിമ പറഞ്ഞു. നീലിമ, സർ ഇപ്പോൾ ഒരു മീറ്റിംഗിലാണ്, ഞാൻ തിരിച്ചു വിളിക്കാം. മാനേജർ അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അല്പസമയത്തിന് ശേഷം അയാൾ തിരികെ വിളിച്ചു. അപ്പോൾ കോളിൽ ശിവശങ്കറും ഉണ്ടായിരുന്നു. മിസ് നീലിമ, പറയൂ, ശിവശങ്കറാണ്. അയാൾ സ്വയം പരിചയപ്പെടുത്തി. നീലിമ ആദ്യമൊന്ന് അമ്പരന്ന് നിന്നു. അത്ര വലിയ സംവിധായകനാണ് അയാൾ എന്ന് നീലിമയ്ക്ക് നന്നായി അറിയാം. അപ്പോൾ അദ്ദേഹം തന്നോട് യാതൊരു അപരിചിതത്വവുമില്ലാതെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നോട് തന്നെ അവൾക്കൊരു മതിപ്പ് തോന്നി. സർ, നമസ്കാരം സർ, ഞാൻ വെബ് സീരീസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് വിളിക്കുന്നത്. നീലിമ പറഞ്ഞു. നീലിമ ജോൺറ കാര്യങ്ങളും മറ്റും മാനേജർ പിന്നീട് വിശദമായി പറയും. സൂര്യക്ക് സെക്കൻഡ് ലീഡ് റോളാണ് നമ്മളിപ്പോ ഫിക്സ് ചെയ്തേക്കുന്നത്, ശിവശങ്കർ പറഞ്ഞു. കൂടാതെ അയാൾ മറ്റൊന്നുകൂടി പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ശേഷം അയാളുടെ സോഷ്യൽ മീഡിയ വഴി ഒന്നുകൂടെ ഒഫീഷ്യലായി സൂര്യയുടെ കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ടെന്ന്. നീലിമയ്ക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷം തോന്നി. കുറച്ചു നേരം കൂടി അവരോട് സംസാരിച്ച ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് നേരെ സൂര്യയുടെ പ്രൊഫൈലിൽ കയറി അതിൽ ആളുകൾ ചോദിച്ച സംശയങ്ങൾക്കെല്ലാം കൃത്യമായ വിവരങ്ങൾ അറിയിച്ച് കമന്റ് ചെയ്യുകയും ചെയ്തു. സൂര്യയാണ് കമന്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് അവന്റെ ഫാൻസ് വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നതും അവനെ ടാഗ് ചെയ്തും മെൻഷൻ ചെയ്തും പോസ്റ്റുകൾ ഇടുന്നതും കണ്ട് നീലിമ ചിരിച്ചു. സമയം കടന്നുപോയി. ഉച്ചയ്ക്ക് ശേഷം ശിവശങ്കറിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു. സൂര്യയാണ് സെക്കൻഡ് ലീഡ് എന്ന കാര്യം അയാൾ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചപ്പോൾ അവന്റെ ഫാൻസിന്റെ എണ്ണം വീണ്ടും കൂടി. നീലിമയ്ക്ക് അതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. അവന് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് അവന് ഒരുപാട് ഫാൻസ് കൂടുമെന്ന് അവളുടെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു. നീലിമ ഫോണുമായി ക്യാബിൽ നിന്നിറങ്ങി സൂര്യ മാർഷൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. കമന്റും ശിവശങ്കറിന്റെ പുതിയ പോസ്റ്റും അവനെ കാണിക്കാനാണ് ധൃതിയിൽ നടന്നത്. പെട്ടെന്ന് നീലിമ ആരുടെയോ ദേഹത്ത് മുട്ടി. അവളുടെ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വീണു. സാമലക്സ് ആയിരുന്നു ദേഹത്ത് മുട്ടിയത്. നീലിമ ഫോൺ ചെന്നെടുത്ത് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു. കണ്ണു കാണത്തില്ലേ തനിക്ക്? മര്യാദക്ക് വന്നൂടെ കോപ്പ്? നീലിമ ചോദിച്ചത് കേട്ട് സാമലക്സ് ദേഷ്യത്തോടെ അവളെ നോക്കി. അതെ, നീ ഇങ്ങനെ ഓടി നടന്നു വീണത് എന്റെ കുറ്റാണോ? ഞാൻ മര്യാദക്ക് തന്നെയാ വന്നത്, സാമലക്സ് പറഞ്ഞു. അല്ല, അതൊക്കെ പോട്ടെ, ശിവശങ്കറിന്റെ പുതിയ പോസ്റ്റൊക്കെ കണ്ടല്ലോ, നീ ഇതെങ്ങനെ ഒപ്പിച്ചു? സാമലക്സ് ചോദിച്ചു. അയാളുടെ മുഖത്തപ്പോൾ പരിഹാസം തെളിഞ്ഞിരുന്നു. എങ്ങനെ ഒപ്പിച്ചെന്ന് തനിക്കറിയില്ലേ? സൂര്യയുടെ കഷ്ടപ്പാടിന് പ്രതിഫലം കിട്ടുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ? നീലിമ ചോദിച്ചു. അയ്യോ, ഒന്നും പറഞ്ഞില്ലായേ. ശിവശങ്കറിനെ സ്വാധീനിക്കാൻ മാത്രമുള്ള പവർ നിനക്കുണ്ടോന്ന് ചോദിച്ചതാണ് മാഡം. സത്യം പറയടി, നിന്റെ പിന്നിൽ നിന്ന് നിന്നെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? സാമലക്സ് ചോദിച്ചു. ദേ, നിങ്ങളെപ്പോലെ കഴിവില്ലാത്തവനോട് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. കൃത്യമായി ജോലി ചെയ്തിരുന്നേ തന്റെ മോഡൽസിനും ഇതിനും വലിയ അവസരങ്ങൾ വന്നേനെ, നീലിമ പറഞ്ഞു. സാം അത് കേട്ട് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. കിരണിന്റെ മുന്നിൽ അവളെ എത്തിക്കാനുള്ള ദൗത്യം തനിക്കാണ് നൽകിയിരിക്കുന്നതെന്ന് അയാൾ ഓർത്തു. സൗഹൃദം നടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അല്ല, അതൊക്കെ പോട്ടെ, നീ പാർട്ടിക്ക് കാണില്ലേ? അയാൾ പെട്ടെന്ന് സൗഹൃദം കാണിക്കുന്നത് കണ്ടപ്പോൾ നീലിമയ്ക്ക് സംശയം തോന്നി. എന്തു പാർട്ടി? അവൾ ചോദിച്ചു. ആഹാ, അപ്പൊ ആരും പറഞ്ഞില്ലേ? കമ്പനിയുടെ വാർഷികം വരുന്നുണ്ട്, അതിന്റെ പാർട്ടി ഉണ്ടാകും. അത് എല്ലാ വർഷവും ഉള്ളതാണ്, സാമലക്സ് പറഞ്ഞു. ഓ, ഞാനങ്ങനെയുള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല, നീലിമ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നീലിമ വരണം, ഞാൻ ക്ഷണിക്കുന്നു, സാമലക്സ് പറഞ്ഞു. അവന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവനൊട്ടും സൗഹൃദപരമായല്ല തന്നെ ക്ഷണിക്കുന്നതെന്നും നീലിമയ്ക്ക് തോന്നി. അവൾ കൂടുതലൊന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല. എന്റെ കാര്യം വലിയ ഉറപ്പില്ല, പിന്നെ ഇപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് തന്നെ, നീലിമ പറഞ്ഞു. നീലിമ പുതിയ ആളായത് കൊണ്ടാണ് പാർട്ടിയൊക്കെ ഇവിടെ ഇടക്കിടക്ക് നടക്കാറുള്ളതാ, സാമലക്സ് പറഞ്ഞു. നീലിമ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളുടെ മൗനം കണ്ട സാമലക്സ് തുടർന്നു. എന്തായാലും താൻ വരണം, നോക്കാം. നീലിമ അത്രയും പറഞ്ഞിട്ട് ഉടനെ സൂര്യയുടെ അടുത്തേക്ക് നടന്നു. സാമലക്സ് അവൾ പോകുന്നതും നോക്കി. അവന്റെ മനസ്സിൽ ഒരു ഗൂഢമായ ചിരി തെളിഞ്ഞു.
സൂര്യ, നീ അറിഞ്ഞോ പാർട്ടിയുടെ കാര്യം? നീലിമ ചോദിച്ചു. അത് എല്ലാ വർഷം ഉള്ളതാണ് മാഡം. സൂര്യ പറഞ്ഞു. ഞാൻ 1-2 വട്ടം പങ്കെടുത്തിരുന്നു. അന്നൊക്കെ സാമിനെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. പിന്നെ എനിക്ക് പോവാൻ തോന്നാറില്ല. സൂര്യ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ടായിരുന്നു. അവന് സാം അലക്സ് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് അപ്പോൾ നീലിമയ്ക്ക് തോന്നി. അത് പോട്ടെ, നീ ഇത് കണ്ടോ ശിവശങ്കറിന്റെ പോസ്റ്റ്? നീലിമ ഫോൺ നീട്ടിക്കൊണ്ട് ചോദിച്ചു. സൂര്യ അതിശയത്തോടെ ഫോൺ വാങ്ങി നോക്കി. അവന് സന്തോഷം തോന്നി. മാഡം, ഇതെല്ലാം നിങ്ങൾ കാരണമാണ്. അവൻ പറഞ്ഞു. ഏയ്, ഞാൻ കാരണമല്ല. നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ നിനക്ക് അവസരം കിട്ടിയത്. ഞാൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം. നീലിമ പറഞ്ഞു. സൂര്യ അവൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു നിന്നു. തന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവളെ ദൈവം അവിടേക്ക് അയച്ചതെന്ന് സൂര്യ മനസ്സിൽ ചിന്തിച്ചു. അല്ല, മേഡം പാർട്ടിക്ക് പോകുന്നുണ്ടോ? അവൻ ചോദിച്ചു. പോണം. അതിന് ആദ്യം എനിക്കൊരു പുതിയ ഡ്രസ്സ് എടുക്കണം. നാളെ എങ്ങാനും പോണം. അതിനൊക്കെ ഇന്ന് സമയമില്ല. ഓഫീസിൽ ആദ്യത്തെ പാർട്ടിയല്ലേ, പങ്കെടുക്കാതെ പറ്റില്ലല്ലോ. നീലിമ പറഞ്ഞു. അതെ. സൂര്യ പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ, ജോലിയുണ്ട്. നീലിമ പറഞ്ഞു. സൂര്യ തലയാട്ടി. നീലിമ ക്യാബിനിലേക്ക് തിരികെ പോകുന്നതും നോക്കി സൂര്യ നിന്നു. ജോലി ഒരുക്കിയ ശേഷം നീലിമ വേഗം ഓഫീസിൽ നിന്നിറങ്ങി. അവൾ ഒരു ടാക്സിയിൽ നേരെ അശ്വിന്റെ സ്കൂളിലേക്കാണ് പോയത്. അശ്വിൻ അവളെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നീലിമ അവനെ എടുത്ത് തിരിഞ്ഞപ്പോൾ പിറകിൽ നിൽക്കുന്നവരെ കണ്ട് അമ്പരന്നു പോയി.